തിര മോഷണമോ? അനിയൻ ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര ട്രേഡ് എന്ന മെക്സിക്കൻ ചിത്രം മോഷ്ടിച്ചതാണെന്ന് ആക്ഷേപം. വിനീതിന്റെ ബന്ധുവായ രാജേഷ് തിരക്കഥ എഴുതിയ ചിത്രം ലാൽ ജോസിന്റെ LJ ഫിലിംസ് ആണ് റിലീസ് ചെയ്തത്. LJ ഫിലിംസിന്റെ അണിയറയിലുള്ള ചിലരാണ് ഇക്കാര്യം ആദ്യം തിരിച്ചറിഞ്ഞത്. അസൂയയും കുശുമ്പും പാരവെപ്പും കൂടുതലുള്ള ചില സിനിമാക്കാർ ഇതിന് കൂടുതൽ പ്രചരണം നൽകി. മെക്സിക്കോ നഗരത്തിലെ ദരിദ്ര കുടുംബത്തിലെ അഡ്രീനയുടെ 13ാം പിറന്നാൾ ആഘോഷദിനത്തിൽ സഹോദരൻ ജോർജ് നൽകിയ സൈക്കിളുമായി തെരുവിൽ കറങ്ങാനിറങ്ങുന്നു. ഇതിനിടെ മനുഷ്യക്കടത്ത് സംഘം അവളെ തട്ടിക്കൊണ്ടുപോകുന്നു. പോലീസിന്റെ സഹായത്തോടെ അവളെയും സംഘം തട്ടിക്കൊണ്ടുപോയ മറ്റു പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തുന്നതാണ് ട്രേഡിന്റെ ഇതിവൃത്തം. 2007 ചിത്രം റിലീസായത്. ന്യൂയോർക്ക് ടൈം മാഗസിനിൽ ലൈംഗിക ആവശ്യത്തിനായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തെക്കുറിച്ച് വന്ന ഫീച്ചറിനെ ആസ്പദമാക്കിയാണ് ട്രേഡ് ഒരുക്കിയത്. തിരയുടെയും പ്രമേയം മനുഷ്യക്കടത്താണ്. തന്റെ കൺമുന്നിൽ വെച്ച് മനുഷ്യക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോകുന്ന സഹോദരിയെയും മറ്റു പെൺകുട്ടികളെയും NGO ആയ ഡോക്ടറുടെ സഹായത്തോടെ നവീൻ മോചിപ്പിക്കുന്നതാണ് തിരയുടെ കഥ. മോഷണമാണെങ്കിലും വിനീതിന്റെ മേക്കിംഗ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഭേദപ്പെട്ട കളക്ഷനുമുണ്ട്. എന്നാൽ വിനീതിനെയല്ല, തിരക്കഥാകൃത്തിനെയാണ് മറ്റു പലരും കുറ്റം പറയുന്നത്. 2010 പുറത്തിറങ്ങിയ വിലൈ എന്ന തമിഴ് ചിത്രവും മനുഷ്യക്കടത്തിന്റെ കഥയാണ് പറയുന്നത്. സഹോദരൻ നന്ദുവിനെ കാണാൻ ചെന്നൈയിലെത്തുന്ന വന്ദന എന്ന പെൺകുട്ടിയെ മനുഷ്യക്കടത്ത് സംഘത്തിലെ ടാക്സിക്കാരൻ തട്ടിക്കൊണ്ടുപോകുന്നതും അവസാനം അവളെ മറ്റു പെൺകുട്ടികളെയും ഹൈദരാബാദിൽ നിന്ന് രക്ഷിക്കുന്നതുമാണ് വിലൈ എന്ന ചിത്രത്തിന്റെ കഥ. എന്തായാലും തിരയേക്കാൾ മികച്ച ചിത്രമാണ് ട്രേഡ്. ഓരോ പ്രധാന വാർത്തയും ഇന്ന് തന്നെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.